കഴിഞ്ഞ ദിവസം ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നടൻ മമ്മൂട്ടിക്ക് പിന്നാലെ ദേശീയ പുരസ്കാരത്തിലൂടെ മലയാള സിനിമയ്ക്ക് ഇരട്ടി മധുരം നേടി നൽകിയ സന്തോഷത്തിലാണ് ഗായിക വൈക്കം വിജയലക്ഷ്മി. ഉൾക്കാഴ്ചയിലൂടെയാണ് പാട്ടിന്റെ വരികളും ഈണവും വിജയലക്ഷ്മി ഹൃദയസ്ഥമാക്കി പാടുന്നത്. വൈക്കത്തപ്പന്റെ മണ്ണിൽ പാടിത്തെളിഞ്ഞ് പിന്നണി ഗാന രംഗത്തേക്ക് ചുവടുവയ്ക്കാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുകയാണ് വൈക്കം വിജയലക്ഷ്മി മാതൃഭൂമി ന്യൂസിലൂടെ. ARM എന്ന മലയാള സിനിമയിലൂടെ വൈക്കം എന്ന നാട്ടിലേക്ക് ദേശീയ പുരസ്കാരം തൻ്റെ ആ ശബ്ദമാധുരി കൊണ്ട് വൈക്കം വിജയലക്ഷ്മി എത്തിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും വൈക്കത്തപ്പൻ്റെ തിരുനടയിൽ പാടിത്തുടങ്ങിയ ആ കൊച്ചുകുട്ടിയിൽ നിന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ വൈക്കത്തെ ഈ മണ്ണും ഈ കാറ്റും വെളിച്ചവും ഒക്കെ നൽകിയ ഒരു ഇതായിരിക്കാം ചേച്ചി ഇന്നിപ്പോൾ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്താണ്? അതാണ് ഈശ്വരാനുഗ്രഹം. വൈക്കത്തപ്പൻ എന്ത് അനുഗ്രഹം വർഷങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഭഗവാനെ. നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതാണ് ഈശ്വരന് നന്ദി പറയുന്നു. അവാർഡ് ഞാൻ സമർപ്പിക്കുന്നത് ഈശ്വരനും അച്ഛനും അമ്മയ്ക്കും ഗുരുക്കന്മാർ M. ജയേന്ദ്ര സാർ, കമൽ സാർ, ഔസേപ്പ് ബച്ചൻ സാർ ഉൾപ്പെടെ, പിന്നെ ARMൻ്റെ ഫിലിം ഡയറക്ടർക്കും മ്യൂസിക് ഡയറക്ടർ ദീപു സാർ, ലിറിസിസ്റ്റ് മനു മഞ്ജിത് സാർ, പിന്നെ മാതൃഭൂമി എല്ലാവർക്കും, ന്യൂസ് ചാനൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ജനങ്ങൾക്കും, ഇത് ഏറ്റെടുത്ത ജനങ്ങൾക്കും അവവാർഡിനായി തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ഈ വൈക്കംകാർക്ക് ഇതൊരു ഇരട്ടി മധുരമാണ്. കാരണം ചേച്ചിക്കൊപ്പം മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം. അങ്ങനെ അതും സന്തോഷം. മമ്മൂക്കയ്ക്കും അഭിനന്ദനങ്ങൾ കേട്ടോ. ഇതിലൂടെ അറിയാം. എനിക്ക് വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. വല്ല വഴിയുണ്ടോ? ഒരു ഒറ്റ വഴിയുണ്ട്. മാതൃഭൂമി ന്യൂസിലൂടെ പറ. മാതൃഭൂമി ന്യൂസിലൂടെ മമ്മൂക്കയ്ക്കും അവാർഡ് ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കേട്ടോ. അഭിനേതാക്കൾക്കും. ചേച്ചി പാടുമ്പോൾ ഒരു പ്രത്യേക ലോകത്ത് ലയിച്ചു പോയിക്കൊണ്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചേച്ചിയുടെ ആ ഒരു മനസ്സ് ആ സമയത്തൊക്കെ എവിടെയായിരിക്കും? മനസ്സ് ഈശ്വരനിലും സംഗീതത്തിൽ മാത്രമായിരിക്കും. സംഗീതം, വരികൾ, ട്യൂണുകൾ, നൊട്ടേഷൻസ് അതിൽ മാത്രമായിരിക്കും. സ്വരസ്ഥാനങ്ങൾ, രാഗങ്ങൾ. ജയേന്ദ്ര സാറ് പറഞ്ഞു, ഇപ്പോൾ എന്ന് വിളിച്ച് അഭിനന്ദിച്ചപ്പോൾ പറഞ്ഞേ ഇന്റർനാഷണൽ അവാർഡ് വരെയും കിട്ടും, നോക്കൂ എന്നൊക്കെ. ഇതൊന്നും അല്ല. കമൽ സാറ്, ജയേന്ദ്ര സാറ്, കാവാല ശ്രീകുമാർ സാർ, ഹരിശ്രീ അശോക് ചേട്ടനൊക്കെ വിളിച്ചു. ഒരുപാട് പേര് വന്ന് ഇവിടെ വീട്ടിൽ വന്ന് അനുമോദനങ്ങളൊക്കെ തന്നല്ലേ? തന്നു. എന്തൊരു സൂപ്പർ അല്ലേ. MLA, ഒരു കൗൺസിലർ. ഇതൊക്കെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക അച്ഛനും അമ്മയെ. അതെ, തീർച്ചയായിട്ടും. അവരുടെ ഈ കുഞ്ഞു മകളിലൂടെ ഇങ്ങനെ ഒരു വലിയ നേട്ടം നേടിക്കൊടുത്തു. അതെ, എന്ത് വേണോ അല്ലേ ഈശ്വര. മലയാള സിനിമയ്ക്ക് ചേച്ചിയിലൂടെ ഈ ഒരു ദേശീയ അവാർഡ് മാത്രം പോരാ, ഇനിയും വേണം ദേശീയ അവാർഡ് കേട്ടോ. അതെ, ഇനിയും വേണം. ഇതൊന്നും പോരല്ലേ. താങ്ക് യു. പാട്ട് ഏതൊക്കെയാ പുതിയ സിനിമകൾ? അച്യുത അവതാരത്തില് 5 ഭാഷയിൽ പാടിയിട്ടുണ്ട്. അനന്തൻ കാടിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ കറുപ്പ്. ഒരുപാട് പാട്ടായോണ്ടൊന്നും ഓർമ്മ കിട്ടണില്ല. അതെ, മധുരം ഈ ജീവിതം. അങ്ങനെ എല്ലാ പാട്ടുകളും ഹിറ്റാകട്ടെ. കൂടുതൽ കൂടുതൽ പുരസ്കാരങ്ങൾ ഈ വൈക്കത്തെ തേടിയെത്തത്തെ, നമ്മെ എല്ലാവരെയും തേടിയെത്തത്തെ. ചേച്ചിയുടെ പാട്ടുകളിലൂടെ എല്ലാവരും കൂടുതൽ കൂടുതൽ ആനന്ദം കണ്ടെത്തട്ടെ. മുൾക്കാട്ടിൽ പൂവുമുണ്ട്, നമ്പിനാൽ നാളെ ഉണ്ട്, കൈത്താങ്ക ജീവനുണ്ട്, എങ്കെ പോനാലും പൊൻവാനം കണ്ണോട്. വിനു പാമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.